ആറുചാമി. എല്ലാ വർഷവും തിരിച്ചുവരവ് നടത്തുന്ന ഹാർഡ് വർക്കിംഗ് സ്റ്റാർ വിക്രത്തിന്റെ എത്രാമത്തെയോ തിരിച്ചുവരവ്. തന്റെ ഉറ്റ സുഹൃത്ത് അലറൽ സ്റ്റാർ സൂര്യനന്റെ അതേ പാത പിന്തുടരുകയാണ് ഹാർഡ് വർക്കിംഗ് സ്റ്റാർ വിക്രം. യെസ് ഗൈസ്, ഈ ഉറ്റ സുഹൃത്തുക്കളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെന്നേ പറയൂ. അതായത് സൂര്യനൻ തന്റെ നല്ല പടമൊക്കെ OTTക്ക് കൊടുത്ത് അപരാധങ്ങളൊക്കെ തിയേറ്ററിൽ ഇറക്കിയപ്പോൾ ഇവിടെ ഹാർഡ് വർക്കിംഗ് സ്റ്റാറും തന്റെ നല്ല പടമൊക്കെ OTTക്ക് കൊടുത്ത് അപരാധങ്ങളൊക്കെ എടുത്ത് തിയേറ്ററിൽ ഇറക്കി. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇതേപോലെ ഹാർഡ് വർക്കിംഗ് സ്റ്റാർ അവന്റെ സിംഗം പോലൊരു അപരാധം സീരീസ് എനിക്കും വേണമെന്ന് പറഞ്ഞ് അതേ സിംഗത്തിന്റെ അതേ ഡയറക്ടറെ കൊണ്ട് തന്നെ പിടപ്പിച്ചൊരു പടം സാമി സ്ക്വയർ. അതെ, നമ്മൾ എല്ലാവരും പണ്ട് കണ്ടാസ്വദിച്ച സാമിയുടെ രണ്ടാം വരവ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ സാമി ഫസ്റ്റിന്റെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടാണ്. ഇത് കാണുമ്പോൾ നമ്മൾ തൃശയും വിക്രമും കൂടിയുള്ള റൊമാൻസ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കാവും. പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫണ്ട് കുറവായോണ്ട് ഇപ്രാവശ്യം ആറുസാമിയുടെ ഭാര്യയായി നമ്മുടെ തൃശ ഇല്ല. പകരം ഐശ്വര്യ രാജേഷിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ആ പുടിച്ചിർക്ക് പാട്ടിന്റെ 2.0 വെർഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തോ ചെയ്യുമെന്ന് പറ. അപ്പൊ ഗൈസ്, അങ്ങനെ സാമിയുടെ ക്ലൈമാക്സിൽ ആറുസാമി വില്ലൻ ഒരു ഇഷ്ടികച്ചുളയിലിട്ട് തന്തൂരി ചുടുന്ന പോലെ ചുട്ടെടുക്കുകയാണല്ലോ. എന്നിട്ട് ആ വില്ലൻ സാമിയെ ഭയന്ന് നാട് വിട്ടതാണെന്നും പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കും. നീ സ്വാമിയെ പേടിച്ച് ഓടി ഒളിച്ചു എന്നും പോലീസ് റെക്കോർഡിലുണ്ടാവണം. ഇവിടെ മുതലാണ് പുതിയ കഥ തുടങ്ങുന്നത്. ആ ഡെഡായ വില്ലന് തന്റെ ഡാഡിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മോനുണ്ടായിരുന്നു അങ്ങ് ശ്രീലങ്കയിൽ, ബോബി സിംഹ. അവൻ തന്റെ ഡാഡി നാടുവിട്ട വാർത്തയറിഞ്ഞ് ആകെ പരിഭ്രാന്തനാവുകയാണ്. ഇവന്റെ ഡാഡിയോടുള്ള സ്നേഹത്തിന്റെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഇവന്റെ തന്തയ്ക്ക് വിളിച്ചാൽ അവന്മാരൊക്കെ ഓടിച്ചിട്ട് എറിഞ്ഞു വീഴ്ത്തി ഞരമ്പൊക്കെ മുറിച്ചു കളയും. അങ്ങനെ തന്റെ ഡാഡിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാൻ വേണ്ടി ബോബി സിംഹം നേരെ അവന്റെ മമ്മിയുടെ അടുത്ത് പോയി ഒന്ന് പ്രശ്നം വെച്ച് നോക്കാൻ പറയും. അപ്പൊ തന്നെ അവർ കുറച്ച് നൗനിക്ക വാരി എറിഞ്ഞു നോക്കും. എന്നിട്ട് പറയും, ചന്ദ്രനിൽ ചോദി നിന്റെ അച്ഛൻ മൂഞ്ചി എന്ന്. അതോടെ അങ്ങ് ശ്രീലങ്കയിൽ നിന്ന് അവന്റെ ഡാഡി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ബോബി നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നാട്ടിൽ അന്വേഷിച്ച് അവന് മനസ്സിലാവുകയാണ് അവന്റെ ഡാഡി ആറുസാമിയെ പേടിച്ചോടിയതല്ല, പകരം അച്ഛൻ പേടിച്ചോടിപ്പോയതല്ല, ചത്തുപോയതാ. അതോടുകൂടി തന്റെ ഡാഡിയുടെ മരണത്തിന് കാരണക്കാരനായ ആറുചാമിയെയും അവന്റെ ഗർഭിണിയായ ഭാര്യയെയും ദേഷ്യം വന്ന ബോബി ഒരു കാട്ടിലിട്ട് വെട്ടിക്കൊല്ലും. എന്നിട്ട് ആറുചാമിയും വൈഫും ഡെഡായെന്ന് വിചാരിച്ച് ബോബി അവിടുന്ന് സ്കൂട്ടാവും. ബട്ട് ഗൈസ്, നമ്മുടെ ആറുചാമി ചത്തിട്ടില്ലായിരുന്നു, ചത്ത പോലെ കിടക്കുകയായിരുന്നു. ആ വില്ലന്മാരൊക്കെ പോയതും ഇനി ഈ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സാമി കൂടി വന്നേ തീരുവെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ഡെഡായ തന്റെ ഭാര്യയുടെ ഗർഭപാത്രം അൺബോക്സ് ആക്കി അവരുടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ആറുചാമി. എന്നിട്ട് പടമാവും. പക്ഷെ ആറുസാമി പടമായതും ആറുസാമിയുടെ ആത്മാവ് ചെറുതായിട്ട് ആ കൊച്ചിന്റെ ഉള്ളിലേക്കൊന്ന് കയറും. അങ്ങനെ ആ കൊച്ചു കുഞ്ഞ് വളർന്ന് 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 പിന്നെയും വിക്രമാവും. അവന്റെ പേരാണ് ആറുസ്വാമിയുടെ മകൻ രാമസ്വാമി. ഈ രാമസ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ I have an MA in sociology and an MPhil and PhD in political science. I not only passed in the civil service examination, and I was eligible for the IRS, IPS, IFS. I got 3 All India Entrance Net, JR of GATE. I got admission at IIT Bombay. I have a goddamn gold medal. രാമസ്വാമിയെ വളർത്തി വലുതാക്കിയതൊക്കെ അവന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ കൂടിയാണ്. അവർ അവന്റെ ഡാഡി പോലീസ് ഓഫീസർ ആറുചാമിയാണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. മാത്രമല്ല ആറുചാമിയെ പോലെ ഇവനും ഒരു അക്രമപാതയിലുള്ള പോലീസ് ഓഫീസർ ആവരുതെന്ന് കരുതി അവർ ഇവനെ നീ ഒരു പോലീസ് ഓഫീസർ ആവരുത്, പകരം സമാധാന പാതയിലുള്ള ഒരു IAS ഓഫീസർ ആവണമെന്നും പറഞ്ഞ് അങ്ങ് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച് ഒരു കളക്ടർ ആവാൻ വേണ്ടി പഠിപ്പിക്കുകയാവും. നീ IAS ആകണമെന്നുള്ളത് നിന്റെ അമ്മയുടെ ആഗ്രഹമാണ്. ഈ പ്ലോട്ട് ഞാൻ ഇപ്പൊ അടുത്ത് എവിടെയോ. നീ IAS ട്രൈ ചെയ്യ. സോ ഗൈസ്, ഇങ്ങനെ IAS പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും രാമസ്വാമിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ പണ്ട് ആറുസാമിയുടെ ആത്മാവ് രാമസ്വാമിയുടെ ഉള്ളിലേക്ക് കയറിയിരുന്നല്ലോ. അതിനുശേഷം രാമസ്വാമിക്ക് പോലീസ് യൂണിഫോം തൊടാനേ പറ്റില്ല. കാരണം പോലീസ് യൂണിഫോം തൊട്ടാൽ ആറുചാമിയുടെ ആത്മാവ് ആക്ടിവേറ്റ് ആവും. യെസ് ഗൈസ്, അവൻ പോലീസ് യൂണിഫോം തൊട്ടാൽ മഞ്ഞ LED ബൾബും കത്തിച്ചോണ്ട് അവന്റെ മേത്ത് ആറുചാമിയുടെ പ്രേതം കയറും. എന്നിട്ട് അവൻ അവിടെ ഒരു പേ പിടിച്ച പട്ടിയെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഇനി നമുക്ക് ഈ സിനിമയിലെ നായികയെ പറ്റി നോക്കാം, കീർത്തി സുരേഷ്. ഇവരുടെ റോളിനെ പറ്റി പറയുകയാണെങ്കിൽ അടിവാങ്ങ പോവുക. ഇത്രയൊക്കെ അടികൊണ്ടിട്ടും അവൾക്ക് രാമസ്വാമിയോട് അടക്കാനാവാത്ത പ്രേമമാണ്. കാരണം കീർത്തിയുടെ പ്രേമം എന്ന് പറഞ്ഞാൽ ചില്ലറ കഴപ്പൊന്നുമല്ല. നമ്മുടെ രാമസ്വാമി IAS ട്രെയിനിങ്ങിന് വേണ്ടി നോർത്തിലെ ഏതോ ഒരു കുന്നിന്റെ മണ്ടിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാവും. അപ്പൊ അത് രാമസ്വാമിയുടെ ബർത്ത്ഡേക്ക് അവനെ കാണാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുന്ന പോലെ ഒരു ഹെലികോപ്റ്ററും വിളിച്ചു വന്ന് പൊക്കി കൊടുത്തു പോകും കീർത്തി. ആ ലെവല് പ്രേമമാണ്. പറന്നു വന്നൊരു പാട്ടിൽ ഞാനൊരു പരാഗമേ.
സോ ഗൈസ്, അങ്ങനെ രാമസ്വാമി IAS ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തന്റെ നാട്ടിലേക്ക് അപ്പൂപ്പന്റെ അമ്മൂമ്മേന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മളെല്ലാരും വിചാരിക്കുക അവൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു കളക്ടറായി തിരിച്ചു വരുമെന്നല്ലേ. ബട്ട് അല്ല ഗൈസ്, അവൻ ഒരു IPS ഓഫീസർ ആയിട്ടാണ് തിരിച്ചു വന്നത്. IPS വേല. അത് കണ്ട് അവന്റെ അപ്പൂപ്പൻ ഞെട്ടി. എന്തുട്ടാണ് ഇത്? നീ കളക്ടറിന് പഠിക്കാനല്ലേ പോയത്? ഞാൻ IAS എടുത്തില്ല മുത്തശ്ശി, IPS എടുത്തേ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് മത്സരം മാറ്റുന്നവൻ 6 മാർക്ക് കുറഞ്ഞോണ്ട് കളക്ടർ ആവാണ്ട് IPS ആയ പോലെയല്ല. ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ, രാമസ്വാമി IAS ആവാൻ വേണ്ടി ഒപ്പിടാൻ പോകുന്ന സമയത്താണ് സൈഡിലൂടെ പോകുന്ന ഒരു പോലീസുകാരന്റെ യൂണിഫോമിൽ തട്ടുന്നത്. അപ്പൊ തന്നെ മറ്റേ മഞ്ഞ LED ബൾബും കത്തിച്ചുകൊണ്ട് ആറുസ്വാമിയുടെ പ്രേതം രാമസ്വാമിയിൽ വന്ന് കേറും. എന്നിട്ട് അവൻ ആകെ വെപ്രളം വന്ന പോലെ ആ ഓഫീസിൽ ചെന്ന് പറയും, എനിക്ക് IAS ഒന്നും ആവണ്ട, IPS ആയാൽ മതിയെന്ന്. IPS. അങ്ങനെയാണ് പുപ്പ ഞാൻ IPS ആയത്. ഇതറിഞ്ഞതോടുകൂടി രാമസ്വാമിയോട് അവന്റെ അപ്പൂപ്പൻ അവന്റെ യഥാർത്ഥ തന്ത ആറുസ്വാമിയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് നിന്റെ അച്ഛനും അമ്മയല്ലടാ, ഇതാണ് നിന്റെ അമ്മയും അച്ഛനും, അറിയോ? എന്നിട്ട് രാമസ്വാമിക്ക് ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇതറിഞ്ഞതോടുകൂടി പിന്നെയും രാമസ്വാമിയുടെ മേത്ത് ആറുസ്വാമിയുടെ പ്രേതം കയറും. എന്നിട്ട് ബോബി സിംഹയെ കൊന്ന് തന്റെ ഡാഡിയെ കൊന്നതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി രാമസ്വാമി ബോബിയുടെ നാട്ടിലേക്ക് പോസ്റ്റിംഗ് എടുത്ത് പോവുകയാണ്. അങ്ങനെ രാമസ്വാമി ബോബിയുടെ നാട്ടിൽ വന്ന് കാലു കുത്തിയതും ബോബിയുടെ വീട്ടിൽ കൊടുങ്കാറ്റടിക്കും. തേങ്ങയൊക്കെ കൊലയോടുക്കനെ പറഞ്ഞു വീഴും. ഇതൊന്നും പറഞ്ഞിട്ട് അവിടുത്തെ ട്രാൻസ്ഫോമർ വരെ നിന്ന് കത്തും. ഇതോടുകൂടി രാമസ്വാമിയുടെ തന്റെ ഡാഡിയെ കൊന്നതിനുള്ള പ്രതികാര നടപടികൾ തുടങ്ങുകയായി. ആദ്യം തന്നെ ബോബി സിംഹയുടെ ഡാഡിയുടെ ഒരു പ്രതിമയുണ്ട്, അത് അങ്ങോട്ട് പോയി പൊളിച്ചളയും. നാട്ടുകാരൊക്കെ അതിനെതിരെ വന്ന് പ്രതിഷേധിക്കും. എന്നാ നീ പോയി ചാവ്. പിന്നെ ബോബി സിംഹയുടെ കള്ളപ്പണമൊക്കെ രാമസ്വാമി പോയി പിടിക്കും. പിന്നെ ബോബിയുടെ ഫ്രണ്ട്സിനെയൊക്കെ രാമസ്വാമി പോയി കൊല്ലും. ഇതിലും നല്ല രീതിയിൽ വയലൻസ് ആയിട്ടൊരു പടമൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. അവസാനം ഇതിലൊക്കെ ദേഷ്യം വന്ന ബോബി പിന്നെ ഒന്നും നോക്കിയില്ല. രാമസ്വാമിയുടെ അമ്മായപ്പനെ ഒരു ട്രെയിൻ എടുപ്പിച്ചങ്ങ് കൊല്ലും. എന്നിട്ട് ബോബി നേരെ ക്ലൈമാക്സ് നടക്കേണ്ട സ്ഥലത്തേക്ക് നാട് വിടും, അങ്ങ് രാജസ്ഥാൻ മരുഭൂമിയിലോട്ട്. പിന്നാലെ വെച്ച് പിടിച്ച് രാമസ്വാമിയും. പിന്നീട് രാജസ്ഥാൻ മരുഭൂമിയിലെ ഒരു കോട്ടയ്ക്കകത്ത് മുടിഞ്ഞ ഫൈറ്റാണ്. അതില് ബോബിനെ രാമസ്വാമി അടിച്ച് റൊട്ടിയാക്കും. എന്നിട്ട് ഒരു ഹെലികോപ്റ്ററിൽ കെട്ടി കൊണ്ടുപോയി അങ്ങ് താർ മരുഭൂമിയുടെ നടുവിൽ ഒരു സോഡ പോലും കൊടുക്കാണ്ട് കൊണ്ടിടും. അവസാനം ബോബി അവിടെയിട്ട് രാമസ്വാമി ഹെലികോപ്റ്റർ കൊണ്ട് സ്കൂട്ടാവും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലവ് ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.